ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ, പിന്നെ ഇവിടെ നോക്കിക്കോളൂ, 2b ഈസ് ഈക്വൽ ടു സി എന്ന് നമുക്ക് പറയാം. 2b ഈസ് ഈക്വൽ ടു സി എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് എന്ത് പറയാം? b ഈസ് ഈക്വൽ ടു c/2 എന്ന് പറയാം. b ഈസ് ഈക്വൽ ടു c/2 എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവണത്? നമ്മൾ ഹൈഡ്രജൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് നമ്മളൊരു വാല്യൂ എഴുതുന്നു. ഹൈഡ്രജൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് നമ്മളിപ്പം എക്സ് എന്നൊരു വാല്യൂ കൊടുത്താൽ, ഹൈഡ്രജൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എക്സ് എന്നൊരു വാല്യൂ കൊടുത്താൽ എ ഈസ് ഈക്വൽ ടു സി ആണ്. വാട്ടറിൻ്റെ കോയിഫിഷ്യൻറ്റും എന്തായിരിക്കും? വാട്ടറിൻ്റെ കോയിഫിഷ്യൻറ്റും എക്സ് ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ്റെയും വാട്ടറിൻ്റെയും കോയിഫിഷ്യൻ്റ് രണ്ടും എക്സ് ആണ്. നമ്മുടെ ഓക്സിജൻ്റെ കോയിഫിഷ്യൻ്റ് എന്തായിരിക്കും? എക്സിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷനിൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ സെയിം ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇവിടെ 2H2